So we are coming to a good and interesting chapter. So you're the 9th standard students. So you'll be always having a wonder how the organisms are created and how the functionalities are done, is it? So today we are going to deal with one of the important and a simple chapter. Yes, we heard about many things, how living organisms are formed, everything. So what is the basic thing that is been occurring? എന്താണ് ഒരു ലിവിങ് ഓർഗാനിസത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം? ഒരു ബേസ് എന്താണ്? എന്താണ് അതിന്റെ ലൈഫ്? എങ്ങനെയാണ് അത് ഫോം ചെയ്തത്? അത് എന്തിൽ നിന്നാണ് ഫോം ചെയ്യുന്നുള്ള കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടത് തന്നെയാണ്. സോ ബയോളജീന്റെ ബേസിലേക്കാണ് നമ്മൾ പോകുന്നത്. സോ വി ആർ ഗെറ്റിംഗ് ടു ദ ബേസ്. സോ ഫ്രം ദേ വി ഹാവ് ടു സ്റ്റാർട്ട് ടു എ ബിഗ് ഓർഗാനിസം അല്ലേ? സോ വാട്ട് ആർ ദ ബേസിക് തിങ് ദാറ്റ് വി നീഡ് ടു നോ അബൌട്ട് ബയോളജി ആൻഡ് ഇറ്റ്സ് ക്യാരക്ടേഴ്സ്? So, നമ്മൾ എല്ലാവരും ബയോളജി കേൾക്കുമ്പോൾ we heard about many terms, is it? So, what is the main purpose of these things? How these are formed? എങ്ങനെയാണ് അവരുടെ ഒറിജിനേഷൻ? എങ്ങനെയാണ് അത് ഉണ്ടായത്? എങ്ങനെയാണ് അതൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ in this chapter we are dealing. Okay, so in this chapter we are dealing with many things related to origin and related to life. So, welcome to the chapter, the fundamental unit of life. Fundamental unit of life. What is the term fundamental? എന്താണ് ഈ ഫണ്ടമെന്റൽ? നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? Then what do you mean by the term fundamental? എന്തിനാണ് ഈ ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ലൈഫ്? ഫണ്ടമെന്റൽ അതായത് അടിസ്ഥാനപരമായിട്ടുള്ള അതിന് അതായ ഒരു യൂണിറ്റ് ഉണ്ട്. സോ വാട്ട് ഈസ് ദാറ്റ്? വി ആർ ഡീലിംഗ് വിത്ത് ഹും. എന്തിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്? എന്താണ് ഒരു ലൈഫിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള യൂണിറ്റ്? ഹു ഇസ് എ ഫണ്ടമെന്റൽ യൂണിറ്റ്? എനി ഗസസ്? ഒന്ന് ഗസ് ചെയ്തൊക്കെ എന്തായിരിക്കും ഫണ്ടമെന്റൽ യൂണിറ്റ്? എന്തായിരിക്കും? യെസ്, സെൽ. സെൽ ഈസ് എ ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ലൈഫ്. ആരാണ് മക്കളെ? സെല്ലാണ്. സെൽ ഈസ് എ ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ലൈഫ്. ഒരു ലിവിംഗ് ഓർഗാനിസം ഫോം ചെയ്യുമ്പോൾ ഫസ്റ്റ് ഒരു സെല്ലായിട്ടാണ്, ഒരു യൂണി സെല്ലായിട്ടാണ്. ദെൻ ഇറ്റ് ഇസ് മൾട്ടിപ്ലൈയിങ്, എന്നിട്ടാണ് അതൊരു വലിയൊരു ഓർഗാനിസം ആയിട്ട് മാറുന്നത് അല്ലേ? സോ ഹൂ ഈസ് ദ ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ലൈഫ്? ഇസ് എ സെൽ. ഗ്രൂപ്പ് ഓഫ് സെൽസ് ആർ നോൺ ആസ് ടിഷ്യൂ. ഒരുപാട് സെൽസ് വന്നാൽ അതൊരു ടിഷ്യൂ ആയിട്ടല്ലേ മാറുക? സോ we need to know who is the fundamental base of life. Who is that fundamental unit of life? Who is that? We have cell. എല്ലാത്തിനും അടിസ്ഥാനപരമായിട്ടുള്ള ഒരാളാണ് സെൽ. സെല്ലിൽ നിന്നാണ് ഇങ്ങനെ പല ഡിവിഷൻസ് നടന്ന് ഒരു ഓർഗാനിസം വരെ ഉണ്ടാവുന്നത്. സോ നമ്മൾ ഈവൻ ഇൻ ദ കേസ് ഓഫ് ഹ്യൂമൻ ബീൻസ് ആയിക്കോട്ടെ, ഫെർട്ടിലൈസേഷൻ കടന്നപാട് ഒരു സെല്ലായി, പിന്നെ അത് കുറേ ഉള്ള സെല്ലായി, പിന്നെ ടിഷ്യൂ ആയി, പിന്നെ അത് ഓർഗൻ ഡെവലപ്മെന്റ് ആയി, അങ്ങനെയാണ് ഒരു ബോഡി ആയിട്ട് മാറുന്നത്, ഒരു ഫീറ്റൽ ബോഡി ആയിട്ട് മാറുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരു സെല്ലായിരിക്കും എല്ലാത്തിന്റെയും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യം. സോ വി ആർ ഡീലിംഗ് വിത്ത് ദ ചാപ്റ്റർ ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ലൈഫ് അബൌട്ട് സെൽ. Cell is a fundamental unit of life. Who is a fundamental unit of life? Cell. Cell ആണ് ഒരു ഫണ്ടമെന്റൽ ആയിട്ട് യൂണിറ്റ് ഓഫ് ലൈഫ്. ലൈഫിന്റെ ഒരു ഫണ്ടമെന്റൽ യൂണിറ്റ് ആരാണ് മക്കളെ? സെല്ലാണ്. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ഫോർ യു. നൗ സീ, ഇത് ഒരു സെല്ലാണ്. ഒരു സെൽ, ഒരു ആനിമൽ സെല്ലിന്റെ ഒരു സ്ട്രക്ചർ ആണ്. ദിസ് എ സെൽ. ദിസ് ഇസ് എ ക്ലിയർ സെൽ. So you can see a cell. Okay, so you can see various elements here. Here you can see an element. Is it? Here you can see an element. Here and all you can see an element. This covering is an element. Here you can see an element. Here you can see a wide, large element. Here you can see an element. Here you can see an element. Here. It is arranged in various manner. Is it? Here now you can see various elements. Is it? So these are arranged. എന്തിനാണ്? ഇതിനൊക്കെ ഫംഗ്ഷൻ ഉണ്ട്. ഇത് വെറുതെ ഒരു സെല്ലിൽ വന്ന് കിടപ്പില്ലല്ലോ. സോ ദേ ഓൾ ഹാവ് വാരിയസ് ഫങ്ഷൻസ് ഡിയേഴ്സ്. സോ അവരുടെ ഓരോ ഫങ്ഷൻസ് കൊണ്ടാണ് അവരെ സെല്ല് ഉണ്ടാവുന്നത്. ആ സെല്ലിന് നമുക്ക് അതിൻ്റെതായ ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്നതിന് ഇവരൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഇവരെ നമ്മൾ എന്താ പറയാ? ഓർഗനൽസ് എന്നാണ്. സെല്ലിനാണ് ഓർഗനൽ. സെൽ ഓർഗനൽസ്, ഓർഗനല്ല ഓർഗനൽസ്. സോ സെല്ല് നമുക്കൊരു ഹ്യൂമൻ ബോഡിയിൽ വി ഹാവ് ഓർഗൻസ് അല്ലെ? അതേപോലെ ഒരു സെല്ലിന്റെ കേസിൽ അതിന്റെ ഓർഗൻസ് ആയിട്ടാണ് നമ്മൾ എന്ത് കൺസിഡർ ചെയ്യുന്നത്? ഓർഗനൽസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ മക്കളെ? സോ സെല്ല് എന്ന് പറയുമ്പോൾ അത് ഡിസ്കവർ ചെയ്യുന്ന ടൈമിൽ തന്നെ ഒരു ഫാക്ടർ എന്ന രീതിയിലാണ് ഇത് അറിയപ്പെട്ടിരുന്നത്. ഒരു ഫാക്ടർ, അതൊരു ഫാക്ടർ ആണ്. ഇത് മൈക്രോസ്കോപ്പ്, റോബോട്ട് ഹൂക്ക് ഒക്കെ നോക്കുമ്പോൾ, റോബോട്ട് ബ്രൗൺ റോബോട്ട് ഹൂക്ക് മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ച് അതിലൂടെ നോക്കുമ്പോൾ, സെൽ അനലൈസ് ചെയ്യുമ്പോൾ ഒരു
ബാർക്ക് ഓഫ് ട്രീന്റെ സെൽ അനലൈസ് ചെയ്യുമ്പോൾ ആണ് അവർക്ക് മനസ്സിലാകുന്നത് ഒരു സെല്ല് അതാണ് അതിന്റെ ബേസിക് ആൻഡ് ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ലൈഫ്. ഒരു ഓർഗാനിസം വളർന്ന ഒരു സെല്ലിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഈച്ച് ആൻഡ് എവറി സെൽ ഹാസ് ഇറ്റ്സ് ഓൺ ഇമ്പോർട്ടൻസ്. സോ ഹൂ ഇസ് ദ ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ലൈഫ്? സെൽ. So it is filled with cell organelles. Cell organelles ആണ് അതിന്റെ ഫംഗ്ഷന് കാരണമാകുന്ന ആളുകൾ. I hope the concept of cell and cell organelles is clear for you. Clear അല്ലേ മക്കളെ? Now see. ഇത് നോക്ക്, നമ്മൾ നേരത്തെ ഒരു സെല്ല് കണ്ടു. Now we can see another cell here. Is it? Where are they? Here we can see various things. Okay. ഒരു ഗ്രീൻ കളറുള്ള ആളും ഉണ്ട് ഇവിടെയൊക്കെ. കണ്ടോ, ഇവിടെ കുറെ എലമെന്റ്സ് ഉണ്ട്. വലിയൊരു എലമെന്റ് ഉണ്ട്, ഇവിടെ ഒരു എലമെന്റ് ഉണ്ട്, ഇവിടെ ഒരു എലമെന്റ് ഉണ്ട്. ഇതിന്റെ സ്ട്രക്ചർ ഒക്കെ നിങ്ങൾ കണ്ടോ? ഈ സ്ട്രക്ചർ ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് എന്തിന്റെ സെല്ലായിരിക്കും? ഇതൊരു പ്ലാൻ സെല്ലാണ് മക്കളെ. പ്ലാൻ സെല്ല് എപ്പോഴും കാണുമ്പോൾ ഒരു ഗ്രീൻ കളർ സാധനം ഉണ്ടെങ്കിൽ അതെന്താണ്? ക്ലോറോപ്ലാസ്റ്റ് ആണ്. അപ്പൊ അങ്ങനെയുള്ള കുറെ ലേയേഴ്സും പ്ലാൻ സെല്ലും ഉണ്ട്. ഈവൻ പ്ലാൻ സെല്ലിന്റെയോ ഒരു ഫണ്ടമെന്റൽ പ്ലാന്റിന്റെയോ ഒരു ഫണ്ടമെന്റൽ ബേസ് എന്താണ്? യൂണിറ്റ് ഓഫ് ലൈഫ് എന്താണ് മക്കളെ? സെല്ലാണ്. സോ സെൽ എല്ലാ ഓർഗാനിസത്തിനും, എവറി ഓർഗാനിസം ഹാസ് എ ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ലൈഫ്. Who is that? Cell. ഒരു സെല്ലാണ് ഒരു ഓർഗാനിസത്തിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള യൂണിറ്റ്. സോ who is that? A cell. ഒരു സെല്ലാണ് ഒരു ഓർഗാനിസത്തിന്റെ ഫണ്ടമെന്റൽ യൂണിറ്റ്. I hope that concept is clear. Who is that? A cell. A cell is the fundamental unit of life. I hope the concept of cell is clear for you. So ഇതൊരു പ്ലാൻ സെല്ലാണ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ആരൊക്കെയാണ്? സെൽ ഓർഗനൽസ് ആണ് മക്കളെ. അവിടെയും നമുക്ക് ഓർഗനൽസ് ഉണ്ട്. ഇതും സെല്ലിന്റെ ഒരു ഓർഗൻ പോലെ തന്നെ. അതായത് നമ്മുടെ ബോഡിക്ക് പ്ലാന്റ്സിനും അതിൻ്റെതായ ഓർഗൻസ് ഇല്ലേ, അതിൻ്റെതായ പാർട്സ് ഇല്ലേ, അതേപോലെ എന്താണ് ഒരു സെല്ലിന്റെ അകത്ത് ഉണ്ടാകുന്ന പാർട്സിനെയാണ് നമ്മൾ അതിന്റെ ഓർഗനൽസ് എന്ന് പറയുന്നത്. സോ സെൽ ഓർഗനൽസ് എന്നാണ് നമ്മൾ ടേം ചെയ്യുന്നത്. ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഓഫ് സെൽ ഓർഗനൽ ഈസ് ഓൾസോ ക്ലിയർ ഫോർ യു. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ. Now see, cells. നമുക്ക് രണ്ട് തരത്തിൽ സെൽസ് ഉണ്ട് മക്കളെ. So what are they? We have two types of cells. One is prokaryotic cell and other is eukaryotic cell. Number one is what? Cell രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 1 and 2. So one is whom? Number 1 ആരാണ്? Prokaryotic. പ്രോകാരിയോട്ടിക് എന്താ മക്കളെ? പ്രോകാരിയോട്ടിക് സെല്ലാണ്. സോ ഈ സെല്ല് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് പ്രോകാരിയോട്ടിക് സെല്ല്, രണ്ട് ആരാണ്? യൂകാരിയോട്ടിക് സെൽ. So we have prokaryotic cell as well as ആരാണ് മക്കളെ? eukaryotic cell. So we are having prokaryotic cell as well as eukaryotic cell. So prokaryotic cell എന്താണെന്നും eukaryotic cell എന്താണെന്നും നമ്മൾ കൂടുതലായിട്ട് പഠിച്ചു വരും. So നിങ്ങൾക്ക് കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ എന്താ കാണുന്നത്? So ഒന്നില് പ്രോകാരിയോട്ട് ആണ്, അതായത് പ്രിമിറ്റീവ് കണ്ടീഷൻ ആണ്. അതിൽ അഡ്വാൻസ് ആയിട്ടില്ല, ഒരു പ്രിമിറ്റീവ്. പണ്ട് മുതലേ സ്റ്റാർട്ടിങ് ഒരു പ്രോകാരിയോട്ടിക് സ്റ്റേജിലേക്കും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക അല്ലെ? ഓർഗാനിസത്തിന്റെ ഡെവലപ്മെന്റ് ഒരു പ്രോകാരിയോട്ടിക് പ്രോ ലെവലിലാണ്. അതായത് ഒരു സ്റ്റാർട്ടിങ് സിമ്പിൾ ആയിട്ടുള്ള ഒരു തുടക്കം എന്ന രീതിയിൽ നമുക്ക് ഒരു പ്രിമിറ്റീവ്, ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ള ഒരാളാണ് പ്രോകാരിയോട്ടിക്. ആൻഡ് രണ്ടാമത്തത് യൂകാരിയോട്സ്. യൂകാരിയോട്സ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ ആയിട്ടുള്ള ആളുകൾ, മൾട്ടിപ്ലൈ ആയിട്ടുള്ള എലമെന്റ്സ് ഇൻവോൾവ് ചെയ്യുന്ന ആളുകളാണ് നമ്മൾ എന്ത് പറയാ? യൂകാരിയോട്ടിക് എന്ന് പറയുന്നത്. വി ആർ യൂകാരിയോട്സ്. ഇസ് ഇറ്റ്? സോ അങ്ങനെ പ്രോകാരിയോട്സ്, പ്രോട്ടോസോവൻസ് അങ്ങനെയുള്ള ബാക്ടീരിയ കാര്യങ്ങളൊക്കെ ഉണ്ട് വരുന്നത്. സോ നൗ we can deal with each and everything. So now we can go for prokaryotes. That topicsലേക്ക് നമ്മൾ കയറുകയാണ്. So I hope the class is interesting for you. So this is one of the important chapter. Welcome back to Cell, the fundamental of life. So cells have evolved two different architectures. Cell എങ്ങനെയൊക്കെയാണ് ഇവോൾവ് ചെയ്തത്? പ്രോകാരിയോട്ടിക് സ്റ്റൈൽ, അതേപോലെ യൂകാരിയോട്ട് സെൽ. രണ്ട് സ്റ്റൈൽ രീതിയിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ. രണ്ട് ആരൊക്കെയാണ്? പ്രോകാരിയോട്ടിക്കും യൂകാരിയോട്ടിക് സ്റ്റൈലിലാണ് ഡെവലപ്പ് ചെയ്തത്. പ്രോകാരിയോട്ടിക് സ്റ്റൈലും യൂകാരിയോട്ടിക് സ്റ്റൈലാണ് അവർ ഡെവലപ്പ് ചെയ്തത്. എങ്ങനെയൊക്കെയാണ്? സെൽസ് ഹാവ് എവോൾവ്ഡ് ഇൻ ടു ഡിഫറെന്റ് ആർക്കിടെക്ചേഴ്സ്. ടു ഡിഫറെന്റ് ആണ്. ആരൊക്കെയാണ്? പ്രോകാരിയോട്ടിക് സ്റ്റൈലും യൂകാരിയോട്ടിക് സ്റ്റൈലും. എങ്ങനെയൊക്കെയാണ് മക്കളെ? പ്രോകാരിയോട്ടിക് സ്റ്റൈലും യൂകാരിയോട്ടിക് സ്റ്റൈലും. ഹോപ്പ് ദ കോൺസെപ്റ്റ് ഈസ് ക്ലിയർ. എങ്ങനെ? പ്രോകാരിയോട്ടിക് സ്റ്റൈലും യൂകാരിയോട്ടിക് സ്റ്റൈലും. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. നോക്കാം നമുക്കത് എങ്ങനെയൊക്കെയാണെന്ന്. See, prokaryotic cells are smaller and simpler. സ്മോളറുമാണ്, സിംപ്ലറുമാണ്. പ്രോകാരിയോട്ടിക് സെൽ എന്തുകൊണ്ടാണ് സ്മോളറും സിംപ്ലറും? അതെന്താണ് അത് അങ്ങനെ ആവാൻ കാരണം മക്കളെ? സോ ലെറ്റ് us deal with that. See, come here. Commonly known as bacteria. ഈ പ്രോകാരിയോട്ടിക് സെൽ, പ്രോകാരിയോട്സ് കണ്ടുവരുന്നത് ബാക്ടീരിയയിലാണ്. സോ അത് ബാക്ടീരിയന്റെ ആളുകളാണ്.
10 to 100 മൈക്രോൺസ് ഇൻ സൈസ്. വളരെ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള സൈസാണ് ഈ മൈക്രോൺസ്. മൈക്രോൺ സൈസിലാണ്, അതായത് ഒരു മൈക്രോൺ സൈസിലാണ് അവ കാണപ്പെടുന്നത്. ആര് മക്കളെ? ബാക്ടീരിയ. ബാക്ടീരിയ കാണപ്പെടുന്നത് എങ്ങനെയാണ്? 10 to 100 അതിന് ബിറ്റ്വീൻ 10 to 100 ഈ ഒരു അളവിലാണ് ആര് കാണുന്നത്? ബാക്ടീരിയ. ബാക്ടീരിയ അത്രയും ചെറുതാണ്, അത്രയും നമുക്ക് നേക്കഡ് ഐസ് കൊണ്ട് കാണാനേ പറ്റില്ല. അത്രയും ചെറുതായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഹൂ ഇസ് ദ ബാക്ടീരിയ. സോ അപ്പൊ സ്മോളർ ആണ് നമുക്ക് മനസ്സിലായി. ഇനി സിംപ്ലർ ആണെന്നെങ്കിലോ അതൊരു സിംഗിൾ സെൽഡ് ആണ്, യൂണിസെല്ലാർ ഓർ ഫിലമെന്റ്. പിന്നെ അതേപോലെ ഫിലമെന്റസ് ആണ്. സ്ട്രിങ്സ് ഓഫ് സിംഗിൾ സെൽസ് ഉണ്ട്, ഫിലമെന്റ്സ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഒരു സെൽ ഇങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്ക് ഒരു പ്രോക്കാരിയോട്സ് അതിന് ഫിലമെന്റ്സ് ആയിട്ടുണ്ടാവും. അതൊരു ഹെയറി പോൾസ് ആണ് ഫിലമെന്റ്സ്. അതിന്റെ മൂവ്മെന്റിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആളുകളാണ് ഫിലമെന്റ്സ് എന്ന് പറയുന്നത്. സോ വി ക്യാൻ സി ഫിലമെന്റ്സ്. അത് ബാക്ടീരിയൽ ആയിക്കോട്ടെ. സോ ദർ സ്മോൾ ആൻഡ് സിംപ്ലർ കണ്ടീഷനിലാണുള്ളത്. എന്തൊക്കെ കൊണ്ടാണ്? കോമൺ നോൺ ആസ് എന്താണ് മക്കളെ? ബാക്ടീരിയ. ദെൻ 10 to 100 മൈക്രോൺസ് ആണ് അതിന്റെ സൈസ് വരുന്നത്. എങ്ങനെയാണ് സൈസ് വരുന്നത്? 10 to 100 എന്നൊരു സൈസ് വേരിയേഷനിലാണ് അത് ഉണ്ടാവുന്നത്. അതേപോലെ സിംഗിൾ സെൽഡ് യൂണിസെല്ലാർ ആണ്. അതേപോലെ ഫിലമെന്റസ് ആണ്. സ്ട്രിങ്സ് ഓഫ് എന്താണ്? സ്ട്രിങ്സ് ഓഫ് സെൽസ് ആണ്. അതായത് ഫിലമെന്റ്സ് ഉണ്ടാവും. ഒരു ഹെയറി പോലെ ഒരു ഫിലമെന്റൽ സ്ട്രക്ചറായിട്ട് ഉണ്ടാവും. അതാണ് ഫിലമെന്റസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതുപോലെ ഒരു ഫിലമെന്റ് പോലെ ഒരു അറ്റത്ത് ഇങ്ങനെ തൂങ്ങുന്ന ഒരു രീതിയിൽ അത് കാണുന്നുണ്ട്. സോ ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട്? ഫിലമെന്റസ് ആണ്. സോ ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഈസ് ക്ലിയർ ഫോർ യു. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ ഇത് കോൺസെപ്റ്റ്? ഓക്കെ. Now see, you can see the structures. Here you can see various structures. ഇതൊരു പ്രോകാരിയോട്സിന്റെ ഒരു സ്ട്രക്ചർ ഉണ്ട്. ബാക്ടീരിയ എന്ന കേസിലൊക്കെ നമ്മൾ പറയില്ലേ, ഇവിടെ നമുക്കൊരു സ്ട്രക്ചർ ഉണ്ട്. ഇതൊരു ബാക്ടീരിയ ആണ്. ഇവിടെയുണ്ട്. ഇതിനൊക്കെ പ്രത്യേകത. ഇതൊക്കെ സൂക്ഷിച്ചൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഒരു ഇത് കാണാം, ഫിലമെന്റ്സ് കാണാം. ഇതൊക്കെ നിങ്ങൾക്ക് ഫിലമെന്റ്സ് കാണാൻ പറ്റുന്നില്ലേ? ഫിലമെന്റ്സ് ആയിട്ടില്ലേ ഇവിടെയൊക്കെ? സോ യു ക്യാൻ സി ഫിലമെന്റ്സ് ആർ സ്മോൾ ആണ്. ഇതൊക്കെ ഭയങ്കര സ്മോൾ ആയിട്ട് ഉണ്ടാവുക മക്കളെ. ഇവയൊക്കെ എങ്ങനെയാ ഉണ്ടാവുക? ഭയങ്കര സ്മോൾ ആയിട്ട് ഉണ്ടാവുക. നമ്മുടെ കോവിഡ് പോലെ ഉണ്ടല്ലോ കണ്ടിട്ട്, പക്ഷെ കോവിഡ് അല്ല, ഇത് ഭയങ്കര മൈന്യൂട്ട് ആയിട്ടുള്ള കണ്ടീഷൻ ആണ്. ഭയങ്കര സ്മോൾ. ഞാൻ പറഞ്ഞില്ലേ 10 to 100 മൈക്രോൺസ് ഇൻ ബിറ്റ്വീൻ ദാറ്റ് ഈസ് കമ്മിങ്. സോ ഇറ്റ് ബിലോങ് ടു ദാറ്റ് സൈസ്. ഓക്കെ, സോ ഭയങ്കര ആയിട്ടുള്ള ഒരു മൈന്യൂട്ട് കണ്ടീഷനിലാണ് ഇവ കാണപ്പെടുന്നത്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് പ്രോകാരിയോട്സ് എന്ന് പറയാം. നൗ സി, ദീസ് ആർ പ്രോകാരിയോട്സ്. ആര്? ഇക്കോലൈ ബാക്ടീരിയ. ഇക്കോളായി എന്ന് പറഞ്ഞ ഒരു ബാക്ടീരിയ ഉണ്ട്. എസ്റ്റിറേസിയസ് കൊളായി എന്ന് പറഞ്ഞ ഒരു രീതിയിൽ നമുക്ക് തന്നെ പറയാം. ഇക്കോളായി എന്ന രീതിയിലാണ് നമുക്ക് പറയാം. എന്താണ്? ഇക്കോളായി. അത് നിങ്ങൾ അതിന്റെ സയന്റിഫിക്കലി നെയിംസ് ഒക്കെ ഹയർ സ്റ്റഡീസിൽ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. ഇക്കോളായി ബാക്ടീരിയ ഓൺ ദ ഹെഡ് ഓഫ് ദ സ്റ്റീൽ പിൻ. ഇവിടെ നിങ്ങൾക്ക് ഒരു പിക്ചർ കാണാം. ഒരു പിന്നിന്റെ ഒരു എന്താ പറയുക, സ്റ്റീൽ പിന്നിന്റെ മുന്നിൽ, അതായത് അതിന്റെ മൈക്രോസ്കോപ്പിക്കൽ വ്യൂവിൽ കാണുമ്പോൾ നമുക്ക് എക്സ്റ്റീരിയസ് കൊളായി ഇവിടെ കാണുന്നതോടെ നിങ്ങൾക്ക് എക്സ്റ്റീരിയസ് കൊളൈനെ പിക്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഈ ഒരു സ്ട്രക്ചറിൽ ഉണ്ടാവുക എക്സ്റ്റീരിയസ് കൊളായി. ഈ ഒരു എന്താ പറയുക, റെഡ് കളർ അല്ല, എന്നാലും ഈ ഒരു കളർ ആ ടൈപ്പിലാണ് ഇവിടെ ഉണ്ടാവുക എക്സ്റ്റീരിയസ് കൊളായി. സോ ഈ കൊളായി എന്ന രീതിയിൽ നമുക്ക് പറയാം. സോ ഈ കൊളായി ആണ് നമുക്ക് വൺ ഓഫ് ദ പ്രോകാരിയോട്സിന്റെ എക്സാമ്പിൾ. അതൊരു ബാക്ടീരിയ ആണ്. സോ വൺ ഓഫ് ദ എക്സാമ്പിൾ ഇസ് ഈ കൊളായി. ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഇസ് ക്ലിയർ ഫോർ യു. ക്ലിയർ അല്ലേ കോൺസെപ്റ്റ് മക്കളെ? ഇത് നോട്ട് ഡൗൺ ചെയ്യേ. ഇതൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ? Clear അല്ലേ? Okay അല്ലേ? Now we can go to the next part. See, prokaryotic cells are simply built. എക്സാമ്പിൾ ഈക്വൽ. അത് സിമ്പിൾ ആയിട്ടാണ് ബിൽഡ് ചെയ്തത്. എന്തൊക്കെയാണ് അതിന്റെ എലമെന്റ്സ്, കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. സി, ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞൊരു പാർട്ടുണ്ട്. എന്താണ് മക്കളെ ക്യാപ്സ്യൂൾ? എന്താ പറയുക, സ്ലിം ഔട്ടർ കോട്ടിംഗ്. ഒരു ഔട്ടർ കോട്ടിംഗ് ആയിട്ടുള്ള റീജിയനാണ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. ഔട്ടർ കോട്ടിംഗ് എന്ന റീജിയൻ, ഇതിന്റെ ഔട്ടറിൽ ഒരു കോട്ടിംഗ് ഉണ്ടാവും മക്കളെ. അത് നമ്മൾ എന്ത് പറയും? ക്യാപ്സ്യൂൾ. ഒരു പ്രോകാരിയോട്ടിക് സെല്ലിന്റെ ഔട്ടർ പുറമേ ഉള്ള ഒരു റീജിയൻ നമ്മൾ എന്താ പറയാ മക്കളെ? ക്യാപ്സ്യൂൾ. എന്താ പറയാ? ക്യാപ്സ്യൂൾ എന്നാണ് പറയാ. അതിന്റെ ഔട്ടറുള്ള ഒരു സ്ട്രക്ചർ നമ്മൾ എന്താ പറയാ മക്കളെ? ക്യാപ്സ്യൂൾ എന്ന് നമ്മൾ പറയും. അത് കഴിഞ്ഞിട്ട് ഒരു സെൽ വോൾ. സെൽ വോളിന്റെ കേസിൽ നമ്മൾ എന്താ പറയാ? ടഫർ ഇൻ മിഡിൽ ലെയർ. ടഫർ ആയിട്ടുള്ള ഒരു മിഡിൽ ലെയർ ആണ് ആരുള്ളത്? നമ്മുടെ സെൽ വോൾ. യു ക്യാൻ സി സെൽ വോൾ ഇവിടെ ഉണ്ട്. അതായത് ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഒരു ടഫർ ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഇത് ഉണ്ടാവുക. എന്താണ്? സെൽ വോൾ. എന്തിനാണ്? ഡിഫൻസ് മെക്കാനിസം ആയിരിക്കും. സോ ടഫർ ആയിട്ടുള്ള റീജിയൻ. അപ്പൊ പാസീവ് ട്രാൻസ്പോർട്ടും ആക്റ്റീവ് ട്രാൻസ്പോർട്ടും കടത്തിവിടാനും കടത്തിവിടാതിരിക്കാനുള്ള കപ്പാസിറ്റിയും ടെൻഡൻസിയും ഒക്കെ കാണിക്കുന്നത് ആരാണ് മക്കളെ? സെൽ വോൾ അല്ലേ? സോ സെൽ വോളും അവിടെ ഉണ്ട്. ടഫറും മിഡിൽ ലെയർ ആണ്. ക്യാപ്സ്യൂൾ ഉണ്ട്, നമുക്ക് സെൽ വോൾ ഉണ്ട്. അതേപോലെ എന്താണ്? സെൽ മെംബ്രെയിൻ ഉണ്ട് മക്കളെ. ഡെലിക്കേറ്റ് ഇന്നർ സ്കിൻ ആണ്. അതിന്റെ സ്കിൻ ഡെലിക്കേറ്റ് ആണ്. അതെന്താണ്? അത് സെൽ മെംബ്രെയിൻ. സെൽ മെംബ്രെയിൻ ആണ് അവ. എന്താണ് മക്കളെ? സെൽ മെംബ്രെയിൻ. നോക്ക്, സെല്ലിന്റെ മെംബ്രെയിൻ
മെംബ്രെയിൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും മക്കളെ? ഒരു മെംബ്രെയിനസ്, ഭയങ്കര മെംബ്രെയിൻ, ഡെലിക്കേറ്റ്, സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പാട പോലെ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതേപോലെയുള്ള ആളാണ് എന്ത്? സെൽ മെംബ്രെയിൻ. അതും പ്രൊക്കാരിയോട്ട് സെല്ലിൽ കാണപ്പെടുന്നുണ്ട്. ഐ ഹോപ്പ് എന്തൊക്കെയാണ് നമ്മൾ കണ്ടത്? നമ്മൾ ക്യാപ്സ്യൂൾ കണ്ടു, സെൽ വോൾ കണ്ടു, സെൽ മെംബ്രെയിൻ കണ്ടു. ക്ലിയർ അല്ലേ കോൺസെപ്റ്റ്? നോക്ക്, പ്രൊക്കാരിയോട്ടിക് സെല്ലിന്റെ കേസിലാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ ആരുടെ കേസിലാണ് പറയുന്നത്? ഹൂസ് കേസ് വി ആർ ഡീലിംഗ് വിത്ത്? പ്രൊക്കാരിയോട്സ്. ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഈസ് ക്ലിയർ ഫോർ യു. നൗ സീ, സൈറ്റോപ്ലാസം ഉണ്ട്. അടുത്ത സൈറ്റോപ്ലാസം ഇന്നർ ലിക്വിഫൈഡ് ഫില്ലിംഗ്. അതൊക്കെ ഇങ്ങനെ എംബഡായിട്ട് ഫില്ല് ചെയ്ത ആരുള്ളിലാണ് മക്കളെ? ഇതൊരു സെല്ലിന്റെ കേസിലാണെങ്കിൽ അതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ലിക്വിഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഉണ്ടാവും. ഒരു ലിക്വിഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഉണ്ടെന്ന് വിചാരിക്കാം. അതിന്റെ ഉള്ളിലാണ് ഓരോരോ എലമെന്റ്സ് ഇങ്ങനെ ഉണ്ടാകുന്നത്. സോ ഈ ഒരു സബ്സ്റ്റൻസ് നമ്മൾ എന്താ പറയാ? ഇന്നർ ലിക്വിഡ് ഫില്ലിംഗ്. ഉള്ളിൽ ലിക്വിഡ് ഫില്ലിംഗ് ആണ് മക്കളെ. ഉള്ളിൽ എന്താണ്? ലിക്വിഡ് ഫില്ലിംഗ് ആണ്. അവ ആര്? എന്താണ് പറയാ? സൈറ്റോപ്ലാസം എന്നാണ് പറയാ. എന്താ മക്കളെ? സൈറ്റോപ്ലാസം. ഹോപ്പ് ദ കോൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ സൈറ്റോപ്ലാസം ആണ് ഉള്ളിലുള്ള ഫില്ലിങ്, ആ ലിക്വിഡ് ഫില്ലിങ്ങിന് എന്താ നമ്മൾ പറയാ? സൈറ്റോപ്ലാസം എന്ന്. ക്ലിയർ ആണോ? സോ ഉള്ളിലുള്ള ഫില്ലിങ്ങിന് എന്താ പറയാ നമ്മള്? സൈറ്റോപ്ലാസം എന്ന്. ക്ലിയർ അല്ലേ? DNA. അടുത്താണ് DNA. ഇൻ വൺ ബിഗ് ലൂപ്പ്. ഒരു സാധനത്തിനുള്ളിൽ എന്ത് സാധനം? ന്യൂക്ലിയസിനുള്ളിൽ ആരുണ്ട് മക്കളെ? DNA ഉണ്ട്. സോ ഇങ്ങനെയുള്ള സ്ട്രക്ചർ ആണ് DNA ഉണ്ടാവുക. എങ്ങനെയാണ് DNA? ഒരു സ്പൈറൽ ആയിട്ടുള്ള സ്ട്രക്ചറിലാണ് DNA ഉണ്ടാവുക. സോ ഈ രീതിയിൽ ഇങ്ങനെ ആയിട്ട് ഉണ്ടാവുക DNA. ഈ രീതിയിലാണ് ആരുണ്ടാവുക? DNA ഉണ്ടാവുക. ഓക്കെ, DNA നിങ്ങൾക്ക് ഇങ്ങനെ കാണാം. സോ DNA ഇൻ വൺ ബിഗ് ലൂപ്പ്. ഇത് വലിയൊരു ലൂപ്പിലായിട്ടാണ് ഇത് ഉണ്ടാവുക. ന്യൂക്ലിയസ് എന്ന രീതിയിൽ വലിയൊരു ലൂപ്പിലാണ് അവ ഉണ്ടാവുക. ആര്? DNA. ജനറ്റിക് ഇൻഫർമേഷൻ ഒക്കെ അതിലാണ് ഉണ്ടാവുക. ജനറ്റിക് ഇൻഫർമേഷൻ എന്നാണ് DNA. ഹോപ്പ് ദ കോൺസെപ്റ്റ് ഈസ് ക്ലിയർ. നോക്ക്, പില്ലായി ഫോർ സ്റ്റിക്കിംഗ് ഇൻ ടു തിങ്സ്. അതായത് അറ്റാച്ച്മെന്റിനോ അല്ലെങ്കിൽ അട്രാക്ഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ ഫുഡ് സോഴ്സ് പിടിക്കാൻ വേണ്ടിയിട്ടോ സ്റ്റിക്കിംഗ് ആയിട്ടുള്ള പില്ലേഴ്സ് ഉണ്ട്. സോ പില്ലേഴ്സ് എന്തിനാണ്? സ്റ്റിക്കിംഗ് തിങ്സ്. അതായത് ഫോർ റീപ്രൊഡക്റ്റീവ് പർപ്പസിന് അത് ഉണ്ടാവും. അതേപോലെ തന്നെ മറ്റുള്ള സ്റ്റിക്കിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് ആരുണ്ടാവും മക്കളെ? പില്ലേ. അതൊരു ഹെയറി ടൈപ്പ് സബ്സ്റ്റൻസ്, അത് ഹെയറി ടൈപ്പ് പാർട്ടിലാണ്. ഓക്കെ, സോ ഇവിടെ ഒരു ഹെയർ ടൈപ്പ്, ഫ്ലജല്ലി അല്ല, പക്ഷെ എന്നാൽ ഒരു ചെറിയൊരു ഹെയർ ടൈപ്പ്. ഫ്ലജല്ല എന്ന് പറയുമ്പോൾ അത് മൂവ്മെന്റിനെ സഹായിക്കുന്ന ആളാണ്. ഇതൊരു ചെറിയ പില്ലേ എന്ന് പറയുന്നത് നമ്മൾ പില്ലേ. Okay, I hope the concept of DNA and play is clear for you. Okay അല്ലേ? Now flagella ഉണ്ട് for swimming, for movement. എന്തിനാണ് മക്കളെ? മൂവ്മെന്റിന് ആര് വേണം നമുക്ക്? ആരാ വേണ്ടേ? ഫ്ലജല്ല വേണ്ടേ? മൂവ്മെന്റിന് ആര് വേണം മക്കളെ? ഫ്ലജല്ല വേണ്ടേ? കോൺസെപ്റ്റ് ക്ലിയർ അല്ല. അപ്പം അത് മൂവ് ചെയ്യാൻ, അതിന്റെ രീതിയിലായിട്ട് അത് മൂവ് ചെയ്യാൻ ഇതിന് ഒരു ഫ്ലജല്ല ആവശ്യമുണ്ട്. ഒരു ഫ്ലജല്ല എന്ന രീതിയിൽ നമുക്ക് അതിന് ഉണ്ടാവും. അത് അധികം ബോട്ടം രീതിയിൽ ഉണ്ടാവാം. ഒരു ഫ്ലജല്ല ഉണ്ടാവും അതിന്. സോ വി കോൾ ഇറ്റ് ആസ് എ ഫ്ലജല്ല. ഒരു ഫ്ലജല്ല ഉണ്ടാവും അതിന്. ഇനി റൈബോസോംസ് ആണ് ഫോർ ബിൽഡിംഗ് പ്രോട്ടീൻ സിന്തസിസ് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രോട്ടീൻ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മക്കളെ. പ്രോട്ടീൻ എന്ത് ചെയ്യാനാണ്? ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരുണ്ട് നമുക്ക്? റൈബോസോംസ് ഉണ്ട്. സോ പ്രോട്ടീൻസ് ബിൽഡ് ചെയ്യാൻ നമുക്ക് ആരുണ്ട് മക്കളെ? റൈബോസോംസ് ഉണ്ട്. ആര്? റൈബോസോംസ് ആണ് എന്ത് ചെയ്യുക? പ്രോട്ടീൻ ബിൽഡ് ചെയ്യുക. പ്രോട്ടീൻ ബിൽഡ് ചെയ്യാൻ നമുക്ക് ആരാളുള്ളത്? റൈബോസോംസ് ആണ്. സോ ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഈസ് ക്ലിയർ. നമുക്ക് ആരൊക്കെയുണ്ട്? നമുക്ക് സെൽ മെംബ്രെയിൻ ഉണ്ട്, പിന്നെന്താ? ഔട്ടർ മെംബ്രെയിൻ ഉണ്ട്, സെൽ മെംബ്രെയിൻ ഉണ്ട്, ഡെലിക്കേറ്റ് ആയിട്ട് സെൽ മെംബ്രെയിൻ ഉണ്ട്, നമുക്ക് സൈറ്റോപ്ലാസം ഉണ്ട്, DNA ഉണ്ട്, സെൽ വോൾ ഉണ്ട്, പില്ലേ ഉണ്ട്, ഫ്ലജല്ല ഉണ്ട്, റൈബോസോംസ് ഉണ്ട്. ക്ലിയർ അല്ലേ മക്കളെ കോൺസെപ്റ്റ്? സോ ഔട്ടർ ആയിട്ടുള്ള ഒരു തിക്കുള്ള സെൽ വോൾ ഉണ്ട്, സെൽ മെംബ്രെയിൻ ഉണ്ട്, ഔട്ടർ തിക്ക് ലെയർ ഉണ്ട്, പിന്നെ നമുക്ക് ഫ്ലജല്ല ഉണ്ട്, റൈബോസോംസ് ഉണ്ട്, പില്ലേ ഉണ്ട്, DNA ഉണ്ട്, സൈറ്റോപ്ലാസം ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ മക്കളെ? ഈ കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ? ഇത് ആരെ കോൺസെപ്റ്റ് ആണ്? സെല്ലിന്റെ കോൺസെപ്റ്റ് ആണ്. എന്ത് സെല്ലിന്റെ? പ്രൊക്കാരിയോട്ടിക് സെല്ലിന്റെ കോൺസെപ്റ്റ് ആണ്. ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഇസ് ക്രിസ്റ്റലി ക്ലിയർ ഫോർ യു. ഓക്കെ അല്ലേ? യു ഷുഡ് റൈറ്റ് ഡൗൺ ദ നോട്ട്സ്. ഓക്കെ, പ്രോപ്പർലി നോട്ട്സ് എഴുതി വെക്കുക. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ബേസിക് ആണ് ഇത്. So students, we have discussed about the fundamental unit of life, is it? About prokaryotic cell. We have completed discussing about prokaryotic cell. I hope the concept of prokaryotic cell is clear for you. Alle. So in the next session, we'll be discussing about its feeding type and parts and all. So I hope that class is interested for you. The chapter is interesting for you. So I hope you write down the notes. It's one of the important chapter. Okay. So that's it for today.